മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇനിയും അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഡൽഹിയിലെത്തി AICC നേതാക്കന്മാരെ കണ്ടു. പ്രശ്നം മഹാരാഷ്ട്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെയും കേരളത്തിലെ മുഖ്യമന്ത്രി വിഷയങ്ങളും ചർച്ചയായി എന്നാണ് കേൾക്കുന്നത്. തൊട്ടു പിന്നാലെ മുൻ KPCC അധ്യക്ഷൻ K. സുധാകരനും ഡൽഹിയിലെത്തി. പക്ഷേ ഇത്തവണ അദ്ദേഹം ഡൽഹിയിലേക്ക് പോയതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, ലക്ഷ്യമുണ്ടായിരുന്നു. അതായത് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കണം എന്ന ആവശ്യവുമായിട്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് വണ്ടി കയറിയത്. AICC നേതാക്കളെ കാണുക മാത്രമല്ല, മല്ലികാർജുൻ ഖാർഗെയോട് ഈ വിഷയം അവതരിപ്പിക്കും എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പോയത്. ഡൽഹിയിൽ എത്തി മല്ലികാർജുന ഖാർഗെ കണ്ടുവെന്നും അദ്ദേഹം ഈ ആവശ്യം മുന്നോട്ട് വെച്ചുവെന്നും പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുവെന്നുമൊക്കെ K. സുധാകരൻ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഭരണം കിട്ടുമോ ഇല്ലയോ എന്ന് വ്യക്തമായ ധാരണ എത്തുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിനകത്തെ പോര് തുടങ്ങിയിരിക്കുന്നു. തുടങ്ങുക മാത്രമല്ല, ചിലർ തമ്മിലുള്ള വ്യക്തിവൈരാഗ്യമായി ഈ പോരുകൾ മാറിയിരിക്കുന്നു. K. സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു വൈരാഗ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നിയമസഭയിൽ ഒരിക്കൽ കൂടി മത്സരിക്കണം എന്നായിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കന്മാർ, പ്രത്യേകിച്ച് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും അതിന് തടയിട്ടു എന്നാണ് K. സുധാകരൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ നിന്ന് നമുക്കത് വായിച്ചെടുക്കുകയും ചെയ്യാം. ഒരിക്കൽ പോലും ഹൈക്കമാൻഡ് പറഞ്ഞിരുന്നില്ല പാർലമെൻറ്റിൽ നിന്നുള്ള അംഗങ്ങൾ, അതായത് MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന്. അത് ചില കേരള നേതാക്കന്മാരെടുത്ത തീരുമാനമായിരുന്നു, അവരുടെ സമ്മർദ്ദമായിരുന്നുവെന്ന് K. സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നു. ആ വൈരാഗ്യം ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയായി കേരളത്തിൽ വരണം എന്ന ആവശ്യമുന്നയിച്ച് K. സുധാകരൻ ഡൽഹിയിൽ എത്തിയത്. പക്ഷേ കാര്യങ്ങൾ ഗൗരവത്തോടെ ചർച്ച നടന്നില്ല എന്നാണ് മറ്റൊരു വിവരം പുറത്തു വരുന്നത്. കാരണം മല്ലികാർജുൻ ഖാർഗെയ്ക്കും AICCയിലെ അംഗങ്ങൾക്കുമെല്ലാം വലിയ ചർച്ച വനിതാ സംവരണ ബില്ലായിരുന്നു. ആ ബില്ലിൻ്റെ പിറകെയുള്ള കാര്യങ്ങളിന്മേലായിരുന്നു ചർച്ചകളെല്ലാം തന്നെ. ഒപ്പം ഇന്ത്യ മുന്നണിയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു പ്രധാന ലക്ഷ്യം. എന്തായാലും K. സുധാകരൻ പറയുന്നത്, അദ്ദേഹം മല്ലികാർജുൻ ഖാർഗെയെ കണ്ടു, വിവരങ്ങൾ ധരിപ്പിച്ചു, KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം എന്ന ആവശ്യം ഉന്നയിച്ചു. കാരണം KC വേണുഗോപാലിനപ്പുറം യോഗ്യനായ മറ്റൊരാൾ കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിനില്ല എന്നാണ് ഇപ്പോൾ K. സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ചില ആളുകളോടുള്ള വൈരാഗ്യം കൂടി ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. എന്തായാലും കേരളത്തിൽ നിന്നുള്ള ചർച്ചകൾ, മുഖ്യമന്ത്രി പദത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെ വലിയ തരത്തിൽ മുന്നോട്ട് പോവുകയാണ്, പ്രത്യേകിച്ചും ഫലം വരുന്നതിന് മുമ്പ് തന്നെ. എന്നാൽ ഇതിൽ ഉത്കണ്ഠയുണ്ട് ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ചും K. സുധാകരനെ പോലെയുള്ള നേതാക്കന്മാർക്ക്. മെയ് 4 ആകട്ടെ, ഫലം വരട്ടെ, വൈകിട്ട് ഫലം വന്ന് 4 മണിക്ക് ശേഷം ഇക്കാര്യം ചർച്ച ചെയ്യാമെന്ന് K. മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നു. അതിനുമപ്പുറം ഏറ്റവും വലിയ വിദ്വേഷമുള്ളത് ലീഗിനാണ്, അതായത് സാക്ഷാൽ മുസ്ലിം ലീഗിന്. അവർക്ക് ഇത്തരം ചർച്ചകളോട് ഒരു താല്പര്യവുമില്ല. കാരണം ഭരണം കിട്ടണം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ചർച്ച UDF-ലാകണം എന്നാണ് അവരുടെ പ്രധാന ആവശ്യം. കാരണം നേരത്തെ തന്നെ മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് പോകുന്ന ഒരു പാരമ്പര്യം UDF-ൽ ഉണ്ടായിട്ടില്ല. പാർലമെൻ്ററി പാർട്ടിയുടെ തീരുമാനവും UDF-ൻ്റെ തീരുമാനവുമൊക്കെ നടപ്പിലാക്കുന്ന പതിവാണ് ഉള്ളത്. ഇവിടെ ചില നേതാക്കന്മാർ മനക്കണക്കുകളും മനക്കോട്ടകളും കെട്ടി മുഖ്യമന്ത്രി പദത്തിനു വേണ്ടി മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ലീഗ് പറയാനുള്ളത് പറയേണ്ട സ്ഥലങ്ങളിൽ പറയും എന്നുള്ളത് ഉറപ്പാണ്. വലിയ കാലതാമസമില്ലാതെ ലീഗ് ഈ വിവരങ്ങൾ എന്തായാലും ഹൈക്കമാൻഡിന് മുന്നിലെത്തിക്കും, അതൃപ്തി പറയുകയും ചെയ്യും, അത് ഉറപ്പാണ്. പക്ഷേ ഇപ്പോൾ VD സതീശൻ വിഭാഗം അല്പമൊന്ന് പിന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. തൽക്കാലം ചർച്ചകളിലൊന്നും പങ്കെടുക്കണ്ട, അവകാശവാദങ്ങൾ ഉന്നയിക്കേണ്ട, മിണ്ടാതിരിക്കുക, ഫലം വരട്ടെ, പാർലമെൻ്ററി പാർട്ടിയിൽ ഒരുപക്ഷെ ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് ഉറപ്പാക്കണം, അതിനുശേഷം മതി ചർച്ചകളെന്നാണ് ഇപ്പോൾ VD സതീശൻ വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത്.
മാത്രവുമല്ല, ഘടകകക്ഷികളുടെ പിന്തുണ ഒരു മുഖ്യ വിഷയമാണ്. അത് വെറുതെ ഇല്ലാതാക്കണ്ട എന്നാണ് വി ഡി സതീശൻ്റെയും ഒപ്പമുള്ള ആളുകളുടെയും തീരുമാനം. അതുകൊണ്ട് തൽക്കാലം മൗനം പാലിക്കും. ആ മൗനം തുടരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വി ഡി സതീശൻ പക്ഷക്കാർ ഒരു വിധത്തിലുള്ള കാര്യങ്ങളിലും ഇടപെടാതിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രി പദം അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദത്തോട് താല്പര്യമുള്ളവരെല്ലാം തന്നെ മൗനത്തിലാണെങ്കിലും കെ സുധാകരനെ പോലുള്ള ചില നേതാക്കന്മാർ കൊണ്ടുപിടിച്ച് ചർച്ചകൾ നടത്തുകയാണ്. കാരണം കെ സി വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയ കെ സുധാകരൻ ഇനി തിരിച്ച് ഡൽഹിയിൽ നിന്ന് വണ്ടി കയറുകയുള്ളൂ എന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ പറയുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചർച്ചകൾക്കപ്പുറത്തേക്ക് ഈ കാര്യങ്ങളൊന്നും കേൾക്കുന്നതിന് വേണ്ടി AICC നേതൃത്വമോ ഹൈക്കമാൻഡോ ഒന്നും തയ്യാറായിട്ടില്ല. അവർക്ക് ഇതിനേക്കാൾ വലിയ വിഷയങ്ങളുണ്ട്. കാരണം 2 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളാണ്. അവിടെ ഇന്ത്യ സഖ്യത്തിന് മുന്നിൽ വരണം, BJPക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തണം. അതിനിടയിൽ കേരളത്തിലെ ഈ വിഷയത്തോട് ഒരു താല്പര്യവും കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുഖ്യമന്ത്രി പദത്തിനു വേണ്ടിയുള്ള ചർച്ചകളും മൗനവും പ്രാർത്ഥനകളുമായി കോൺഗ്രസ് നേതാക്കന്മാർ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.